ഇവിടെ വെച്ചിട്ട് ഇതേപോലെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ചില സമയം അവൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ തട്ടിക്കൂട്ടും. പരീക്ഷ അവൾ തിന്നേണ്ടി വരും. ഇതുപോലെ അവൾ ഉണ്ടാക്കാറില്ല. എക്സ്പേർട്ട് ആയി തോന്നുന്നു. എവിടെയാ? ചെന്നൈയില്. ഓക്കെ, അപ്പം അങ്ങനെ കുക്കായി മാറി. ഇപ്പൊ ഒരു സെമി കുക്കായി മാറി. അവൾക്ക് കുഴപ്പമില്ല. അത് പഠിച്ചു തുടങ്ങി. പഠിച്ചപ്പം അവൾക്ക് മറ്റേ നമ്മൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ സപ്പോർട്ട് ചെയ്യാൻ. അതെ അതെ അതെ. ചേച്ചി, ഞാനാണെങ്കിൽ ചേട്ടനെ 2 ആഴ്ച മുമ്പ് ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, വീട്ടിൽ മൊത്തം പെണ്ണുങ്ങളാവുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോവാനായിട്ട് കുറെ ടൈം എടുക്കും. ചേട്ടൻ പറഞ്ഞു, അത് നമ്മള് തലേ ദിവസം റെഡി ആവണം എന്ന്. അങ്ങനെയാ? താമസിക്കോ? തലേദിവസം നമ്മൾ പറയണം, മുൻകൂട്ടി എല്ലാം പറയണം. ഇപ്പൊ ഈ ഇന്റർവ്യൂ അല്ല ഷാർട്ടിന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിപ്പിൽ മാറ്റി പറയും. അപ്പം ഞാൻ പറയും, ഷാർട്ട എനിക്ക് നേരത്തെ ടൈം പറഞ്ഞു തരണം. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് നമ്മുടെ പുറകിൽ കുറച്ച് പേരുണ്ടല്ലോ, എനിക്ക് അവരോട് ഇന്ന് ക്ലാസ്. ഈ സുമേഷ് 6 മാസമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ സുമേഷ് റെഡി ആയിരിക്കാം, പക്ഷെ കാര്യങ്ങൾ ഇത് ചെയ്യാൻ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ക്ലാസ്സിന്റെ സമയങ്ങളൊക്കെ എനിക്കറിയില്ല. ഞാനങ്ങ് കയറി കമ്മിറ്റ് ചെയ്യും. കമ്മിറ്റ് ചെയ്ത് പറയാം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഇവള് പറയാം. നമുക്ക് ചില സമയത്ത് നമുക്ക് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ ടൈമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് പ്ലാൻ ചെയ്യാണ്ട് പറ്റില്ലേ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനപ്പോൾ പറയുന്നത് എന്താണെങ്കിലും നേരത്തെ പറഞ്ഞാൽ മതി. നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അങ്ങനെ സ്ത്രീകൾക്ക് ഒരുങ്ങാനുള്ളൊരു അറിയാലോ, നാച്ചുറലായിട്ട്. ആ സമയത്ത് അവർക്ക് ദേഷ്യം വരും അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ? റെഡിയാവുന്ന സമയത്ത് സമയം വേണം. അപ്പം നമ്മൾ തിരക്ക് കൂട്ടും. നമുക്കാകെ ഒരു കുളിയും ഒരു ചീപ്പും വേറെ ഒന്നുമില്ല. ഇല്ല. അപ്പോൾ ചേച്ചിയുടെ ഈ മൊത്തത്തിലുള്ള അറ്റയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആ വലിയ മൂക്കുത്തിയും വലിയ കമ്മലും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാലക്കാട് വന്ന് ഇവിടുന്ന് അഡാപ്റ്റ് ചെയ്ത സംഭവങ്ങളാണോ? ഇവിടുന്ന് അഡാപ്റ്റ് ചെയ്താണോ? ആണോ? വലിയ മൂക്കുത്തി മൂക്കുത്തി ഇപ്പൊ കുറച്ചായിട്ട് മൂക്കുത്തിയുടെ അധികം ആയില്ല. പക്ഷെ പിന്നെ മൂക്കുത്തിയുടെ ആദ്യം കുഞ്ഞു മൂക്കുത്തിയായിരുന്നു. പിന്നെ അത് കുറച്ച് വലുതിട്ടപ്പുറം മുഖത്തിന് വലിയ മൂക്കുത്തിയാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കുത്തി വലിപ്പം കൊണ്ടുണ്ട്. ഇതിപ്പോ ഒരു 2 ആഴ്ച മുമ്പ് ദുബായിൽ ഗിഫ്റ്റ് ചെയ്തതാ. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഉണ്ട്. ഇനിയിപ്പോ ഇതിന് മുകളിൽ ഇഡ്ഡലി തട്ട് മാത്രമേ ഉള്ളൂ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി. ചേട്ടനല്ല, എനിക്ക്. നിങ്ങൾ എവിടെ പോയാലും മൂക്കുത്തി അതറിയാം. പണ്ടൊക്കെ നമ്മൾ വളയും കമ്മലൊക്കെ ആണല്ലോ. ഇപ്പൊ മൂക്കുത്തിയിൽ വെറൈറ്റികൾ നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും വലിയ റിസ്ക് ഇല്ല. കാരണം വെച്ചാൽ ഒരുപാട് ചെലവില്ല. ഗോൾഡ് മറ്റേ വാളയും മാലയൊക്കെ ആണെങ്കിൽ വലിയ സൈസ്. അപ്പോൾ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും പിറന്നാൾ വരുമ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഗോൾഡ് കൊടുത്തു തുടങ്ങിയ എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കാണ് തുടങ്ങിയ പിന്നെ അത് ഗോൾഡ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് മാലയും വളയൊക്കെ കൊടുത്തു തുടങ്ങിയാൽ കുറെ കഴിയുമ്പോൾ ഇനി എന്ത് വാങ്ങിച്ചു കൊടുത്താലും ഗോൾഡ് പ്രതീക്ഷിക്കും. പിന്നെ അവർക്കത് തന്നെ ഓക്കെ, ഒരു കുഞ്ഞാണെങ്കിലും ഗോൾഡ് ഇപ്പം അതാണല്ലോ അസറ്റ്സ് ഇതാവണം. അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ സമയത്ത് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ വേറെ ഒന്നും ഇഷ്ടമില്ല. ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെ കോമൺ അല്ലേ. അങ്ങനെ ഞാൻ മൂക്കുത്തി ഇപ്പൊ വലിയ പരിക്കില്ലാത്ത അത്രയല്ലേ വെയിറ്റ് ഉണ്ടാവും. മൂക്കുത്തി വലുതാക്കി. അല്ല, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൾക്ക് ഇഷ്ടം വലിയ മൂക്കുത്തിയാണെന്ന് മനസ്സിലായി. പിന്നെ വിചാരിച്ചൊരു അതാകുമ്പോ വലിയ പരിക്കില്ല. മറ്റേതൊക്കെ 2 വേണ്ടേ ഈ കമ്മല് വളയാണെങ്കിലോ. ഈ മൂക്കുത്തിയാണ് അമ്മ ചോദിച്ചേട്ടാ ഒരെണ്ണം കൂടി വായിച്ചാൽ കാതിലൂടെ ഇടായിരുന്നല്ലോ എന്നൊക്കെ. ചേച്ചി ശരിക്കും അങ്ങനെയാ? ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ ഇതുപോലെ ഗോൾഡ് ആദ്യം വാങ്ങിച്ചു തന്നു കഴിഞ്ഞാല് പിന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നത് ശരിക്കും അങ്ങനെയാണോ? ഒരു കുഞ്ഞു സാധനം കിട്ടിയാലും ആ ഒരു ഹാപ്പിനെസ് അല്ലേ? എങ്ങനെയാ? ആണ്, അത് സന്തോഷം തന്നെയാണ്. പിന്നെ ഷാർട്ടിന് അറിയാം എൻ്റെ കുറെ ടേസ്റ്റുകൾ അറിയാം. അങ്ങനെ എന്താ പറയാ, ടേസ്റ്റ് അറിയാത്തോണ്ടാണ് ഡ്രസ് എടുക്കാത്തത്. ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ പരാജയപ്പെടും. എപ്പോ എടുത്താലും കംപ്ലൈന്റ് പരാജയപ്പെടും. അല്ല, എടുത്താൽ ചിലപ്പോൾ അത് ശരിയാവില്ല വരില്ല. ഒന്നുകിൽ കളറ് അല്ലെങ്കിൽ പുതിയ ട്രെൻഡിങ്. അല്ല, ഷാർട്ട് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ പുറത്ത് പോവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നോക്കിയാൽ നീ ഇതെടുത്തോ അങ്ങനെ പറയും. കാരണം ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അല്ലാണ്ട് ഷാർട്ട് എടുത്തിട്ട് വരാറ്. ഞാൻ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല. മക്കൾക്കും ഞാൻ എടുത്ത അളവൊന്നും കറക്റ്റ് ആവില്ല. മനസ്സിലായി. കാരണം മക്കൾ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഏത് സൈസിൽ എന്താണെന്ന് അല്ല, മക്കളിപ്പോ അച്ഛനും മക്കളൊക്കെ സെയിം ആയിരുന്നു. ടീഷർട്ടും ഷർട്ടും അല്ല. എന്റെ ഒരു ടീഷർട്ടും ഒരു ബർമുടയും ഇവിടെ വീട്ടിലില്ല. ബർമുടയും ഷാർട്ടിന്റെ കബോർഡ് കാലിയായിരിക്കും. രണ്ടുപേരും എടുത്തിട്ടുണ്ട്. അവർക്കെടുത്ത എല്ലാ കബോർഡും ഫുള്ളാണ്. അവരുടെ ഒന്നും അവർ യൂസ് ചെയ്യില്ല. അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാല് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ടീഷർട്ട്സ് അവരിടാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓവർ സൈസ് ആയിട്ടുള്ള ഈ അച്ഛന്മാരുടെ അതാണ് എല്ലാ വീട്ടിലും അങ്ങനെയാണ്. ഇപ്പൊ ഒരു പ്രാവശ്യം ഷാർട്ടും ഭയങ്കരമായിട്ട് വയലന്റ് ആയി.
കാരണം കബോർഡ് തുറന്നപ്പോൾ ഒന്നുമില്ല. ഞാൻ ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോകുമ്പോ ഒന്നുമില്ല, ഒന്നുമില്ല, ട്രൗസറും ഇല്ല, ടീഷർട്ടും ഇല്ല. അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ഭയങ്കര പാടാ. രണ്ടിനെയും വിളിച്ചെടുത്ത് അങ്ങ് ഫയർ ചെയ്തു. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ അച്ഛൻ വരുന്നതിന് മുമ്പ് പറഞ്ഞേക്കണേ, അച്ഛൻ എന്നാ വരണേ തിരിച്ചു വെക്കാനായിട്ട്. അപ്പൊ വിജി നമ്മുടെ സാറുണ്ട്, അവര് പറയും അച്ഛൻ വരാറായിട്ടാ, അച്ഛൻ വരുമ്പോ ഇതൊക്കെ അവിടെ വെച്ചോ. ഞാൻ 1-2 ദിവസം ക്യാമറയിൽ നോക്കി ഈ ഡ്രസ് ഇട്ട് നടക്കുന്നുണ്ടോ. അപ്പൊ അതിനകത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെന്ത് അറിയോ, ഇപ്പൊ പുതിയൊരു ഐഡിയ, എനിക്ക് എന്തോ മറവിയുള്ള പോലെ രണ്ടുപേരും കൂടെ ഈ ടീഷർട്ട് അച്ഛൻ തന്ന ഓർമ്മയില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചേ ഞാൻ ഇപ്പൊ തന്ന, അപ്പൊ അച്ഛൻ തന്ന സത്യമായിട്ടും അച്ഛൻ എനിക്ക് ഇതും കൂടെ തന്നാണ്, മറന്നുപോയോ. പിന്നെ കൺഫ്യൂസ് ചെയ്യിച്ചളായി. അപ്പൊ ഞാനിപ്പോ ആ കൂടെ ടെൻഷൻ, ഞാനിപ്പോ മക്കൾക്ക് വേണ്ടി CCTV വെക്കുന്ന ആദ്യത്തെ അച്ഛൻ. എന്നിട്ട് എന്നോട് പറയാ, ഞാൻ കടയിൽ പോയി നീ ഒരു കാര്യം ചെയ്യും, അവർക്ക് വാങ്ങണ്ട എനിക്ക് വാങ്ങി എന്തായാലും അവരെടുത്തിടും ഇടും. അപ്പൊ നീ എനിക്ക് വാങ്ങിച്ചെന്നാ 3 പേർക്ക് കൂടെ ഇടാലോ. 3 പേർക്ക് കൂടെ ഇടാം. ശരിക്കും പുറത്തല്ല, അപ്പൊ അകത്താണ് കള്ളന്മാര്. ഷൂസ് വരെ എന്റെ ആണോ? എല്ലാം ഒരേ അളവാ, എല്ലാം ഒരേ അളവാ. അടിപൊളി. ഇതിലിപ്പോ രക്ഷപ്പെട്ടിരിക്കുന്ന ഒരാള് ഞാനാ. അത് പക്ഷെ ഇപ്പൊ എന്റെ മൂത്ത പുത്രി അങ്ങോട്ടേക്ക് ചെന്നൈയിലേക്ക് പോയപ്പോ അമ്മ ഒരു 2-3 ചുരിദാർ വേണം. ഞാൻ എടുത്തോ, അമ്മ എടുത്തോന്ന് പറഞ്ഞ 2-3-4 ചുരിദാർ പോയി. അയ്യോ, ഞാൻ വിചാരിച്ചത് എടുത്തു പറഞ്ഞ നീ വാങ്ങിച്ചോളാൻ എല്ലാം കൊണ്ട്. ഞാനിപ്പോ യൂട്യൂബിൽ കടയിൽ നിന്ന് എടുത്തോന്നാ പറഞ്ഞു, ഇത് അലമാരിന്ന് എടുത്തു, എന്റെ അലമാരിന്ന് പോയി എടുത്തോന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അതുപോലെ നന്ദു ജാരി പറയണ്ടായിരുന്നു, നന്ദു ബാഗ് പാക്ക് ചെയ്തു പോയി. അതിനിപ്പോ ഞാൻ അപ്പൊ ഒന്നും വിട്ടില്ല. നന്ദു ഇവിടുന്ന് പുറപ്പെട്ടിപ്പോ ഞാൻ പറഞ്ഞു, ജാനി നീ നിന്റെ കടയിൽ കബോർഡിൽ പോയിട്ട് നിന്റെ ഡ്രസ്സ് ഉണ്ടോ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്കറിയാം നന്ദു ചേച്ചി എന്റെ ഡ്രസ്സൊക്കെ അടിച്ചോണ്ട് വിട്ടു. നന്ദു ചേച്ചി ആണ് അപ്പൊ ഇവിടുത്തെ മെയിൻ ആള്. അയ്യോ ഭയങ്കര അന്യോന്യം രണ്ടുപേരും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒത്തൊരു. അതെ, ഈ നേരത്തെ പറഞ്ഞില്ലേ ഇവർക്ക് ഒരേ അളവാ കാര്യങ്ങളാ, ഇവരൊക്കെ അതിൽ വലുതായി. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ ആനീസ് കിച്ചണിനകത്ത് ചെന്നിട്ട് പറഞ്ഞത് ഇവരുടെ എല്ലാ അച്ഛന്മാരും റിലേറ്റീവ് ആയിട്ട് എത്ര ട്രോളുകളാ വന്നത്. പക്ഷെ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിരുന്നു, എല്ലാ അച്ഛന്മാരും അങ്ങനെയാ, അങ്ങനെ തന്നെയാ. അത് നമ്മുടെ എന്റെ ക്ലാസ്സിലെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്, അവര് പറയും മീൻസ് ഇതിപ്പോ ഷാജോന്റെ ഇതല്ല, സ്കൂളിൽ വന്നിട്ട് ഇരിക്കുമ്പോ മോൻ ഏത് ഇതാണ് പഠിക്കണമെന്ന് അറിയാത്ത അച്ഛന്മാരുണ്ട്. ഉണ്ട്, ശരിയാ ശരിയാ, ഏത് ഗ്രൂപ്പാന്ന് അറിയാണ്ടൊക്കെ. അതെ, ഇപ്പൊ കറക്റ്റ് ആയിട്ടെല്ലാം അറിയാമോ? അല്ല, ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാറില്ല. പെട്ടെന്ന് ഞാൻ 9th ഓർമ്മയുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുകയില്ല, പറയുകയില്ല. ചില വിഷയം ഇടയ്ക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി പോകും, അപ്പൊ അറിയാം ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അല്ലാതെ അത് പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഞാൻ നേരത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഇപ്പൊ ഡോഗിന്റെ കാര്യം. അപ്പൊ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് 13 വർഷമായി ഡോഗിന്റെ പേരെന്താ? ഡോഗിന്റെ പേര് ബ്ലാക്കി. അല്ല, അവനങ്ങനെ വിളിക്കാറില്ല, അവനങ്ങനെ കൂടുതൽ പുറത്തിറക്കാൻ. ഇവനാണ് എപ്പോഴും, ഈ ചെറിയ ആളാണ് എപ്പോഴും വീടിനകത്തല്ല. അപ്പൊ നമ്മള് വീട്ടില് പണ്ട് കള്ളം കയറിയിട്ടുണ്ട്, പഴയ വീട്ടിൽ. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഈ ഡോഗിനെ വളർത്തി തുടങ്ങിയത്. ഒരെണ്ണം എന്നുള്ളത് പിന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടമായപ്പോ ഇങ്ങനെ 2 പകത്തും പുറത്തുമായി. ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇപ്പോ കള്ളന്മാർക്ക് കൺഫ്യൂഷൻ, ഏതിനെ വളയ്ക്കണം എന്ന് മനസ്സിലാവില്ല. അടിപൊളി. ചേട്ടാ, ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, പലരും കണ്ടിട്ട് മറ്റേ ഒരു ഇവന്റിന് എന്തോ ഇങ്ങനെ പറഞ്ഞു വന്ന് ടിക്ടോക്കിലൂടെ ഫേമസ് ആയ ഷാജു ശ്രീധർന്ന്. ശരിക്കും നടന്ന സംഭവം? നടന്നതല്ല, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പറയുന്ന വെച്ചാൽ 31ാമത്തെ വർഷമാണ് സിനിമ. അപ്പോൾ 31ാമത്തെ വർഷത്തിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രോ കൊടുക്കുന്നതിന് പകരം സിമ്പിളായിട്ട് പറയണം, ടിക്ടോക്കിലൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതരായെന്നൊക്കെ. അങ്ങനെയൊക്കെ ടിക്ടോക്ക് മിമിക്രി അല്ല, സീരിയലല്ല, സിനിമയല്ല, ഒന്നുമല്ല, ടിക്ടോക്കിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ. അപ്പോൾ ആളുകൾ പുതിയ ജനറേഷൻ്റെ ഒരു രീതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരുപാട് പേര് കാണുന്ന ഈ മക്കളുമായിട്ടുള്ള ഇതാണ്, അത് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമർ ഏരിയ പിടിക്കുന്നതാണ്, ക്രിയേറ്റ് ഇതിയാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്.